കാറ്റത്തെ കിളിക്കൂട്ടില് സുധീഷ് അങ്ങനെ നിധിയുടെ ഹൃദയം കവരുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നമ്മുടെ സുധീഷാണെങ്കിൽ നിധിയെ വാശി പിടിപ്പിക്കുന്നതാണ്, ദേഷ്യം പിടിപ്പിക്കുന്നതാണ് കാണാനായിട്ട് കഴിയുക, കാണാനായിട്ട് സാധിക്കുക. അതായത് സുധീഷിനറിയാം നിധിയുടെ ഈഗോ ഉണർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിധി ലൈസൻസ് എടുക്കുന്നതിൽ വിജയിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുധീഷ് നിധിയെ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തുകയല്ല, നല്ല രീതിയിൽ ദേഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ ദേഷ്യത്തിൽ പ്രകോപിതയായ വീണ നിധിയാണെങ്കിൽ സുലഭമായി തന്നെ എട്ടെടുത്ത് ലൈസൻസ് നേടുന്നുണ്ട്. ലൈസൻസ് നേടിക്കഴിയുമ്പോൾ സുധീഷ് നമ്മുടെ നിധിയോട് അഭിനന്ദനം അറിയിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനിടയിൽ ലൈസൻസ് കിട്ടാൻ താനാണ് കാരണമെന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുക മാത്രമല്ലേ ചെയ്തത്, പിന്നെ നിങ്ങളാണ് കാരണമെന്ന് പറയുന്നത് അതെന്തർത്ഥത്തിലാണ് സുധീഷേ എന്ന് ചോദിക്കുമ്പോൾ, ഞാനേ നിധിയുടെ ഈഗോ ഉണർത്താൻ വേണ്ടിയാണ് അങ്ങനെയെല്ലാം ചെയ്തത്. നിൻ്റെ മേൽ ആരെങ്കിലും ചീത്തയോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഈഗോ ഉണരും. നിനക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിനക്കത് ചെയ്യാൻ കഴിയുമെന്ന് നീ നിൻ്റെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തിയെടുക്കും. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഞാൻ അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞത് നിധി, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയല്ല. തന്നെ ദേഷ്യപ്പെടുത്തി തൻ്റെ ഈഗോയെ ഉണർത്തി താൻ ഈ ലൈസൻസ് നേടുന്നതിൽ വിജയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് പറയുമ്പോൾ നിധി സന്തോഷിക്കുന്നുണ്ട്. ചെറിയ പുഞ്ചിരി നിധിയുടെ മനസ്സിൽ വരുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ സുധീഷ് ലഡ്ഡു മേടിക്കാൻ പോകുമ്പോൾ നിധിയാണെങ്കിൽ സുധീഷ് കള്ളം പറയുമെങ്കിലും ചില കാര്യങ്ങളിൽ സുധീഷിനെ നിധി ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ നിധിയാണെങ്കിൽ സുധീഷിനെ ഓർത്ത് അറിയാതെ ചിരിച്ചു പോകുന്നൊരു കാഴ്ചയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. താങ്ക്സ് ഫോർ